ഹലോ ഡിയേഴ്സ്, കൈരളി ടി വി ബിരിയാണി ക്വീൻ ടൈറ്റിൽ വിന്നറായതിനു ശേഷം ഒരുപാട് പേര് ഞാൻ ഉണ്ടാക്കിയ ഷാജഹാനി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ അന്ന് സെമി ഫൈനലിൽ ഷാജഹാനി മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഞാനിന്ന് ഇവിടെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായിട്ട് മുറിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള ഉള്ളി നിങ്ങൾ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ 2 ബാച്ചാക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. അരക്കിലോന് റൈസിനും 1/2 കിലോന് ബീഫിനും വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാനിത് കാണിക്കുന്നത്. മട്ടൻ ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ അന്ന് പരിപാടിക്ക് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഏത് കോമ്പറ്റീഷനിൽ പോയാലും ഞാൻ വിന്നറാകുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ മാധ്യമത്തിൻ്റെ ഒരു കോമ്പറ്റീഷനിലും ഞാൻ സെമി ഫൈനലിൽ ഈ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയത്. അതിലും ഞാൻ വിന്നറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി വെച്ചാൽ കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ പൊടിച്ചിട്ടാണ് നമ്മൾ ഈ ഉള്ളി മസാലയിലേക്ക് ചേർത്തുന്നത്. അപ്പോൾ ഈ ഉള്ളി പൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ കുക്കറിൽ 1/2 കിലോ ബീഫ് അല്ലെങ്കിൽ മട്ടൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറയെ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 1/2 കിലോ ബീഫിൻ്റെ നമ്മൾ 1/2 കിലോ അരി തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതായത് 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളം, 1.25 കപ്പ് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ട് കുക്കറിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബീഫ് അല്ലെങ്കിൽ മട്ടന് നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത്. അതവിടെ വെന്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 തക്കാളി നേരിയതായിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ടിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കൂടെ ഒരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1/2 കിലോ മട്ടന് ബീഫിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 മുതൽ 4 വരെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഫ്രൈഡ് ഓണിയൻസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക്. എല്ലാവരും ഒരേപോലെ പറയുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേവിയാണിത്. ഞാൻ ഏത് കോമ്പറ്റീഷനിൽ പോയാലും ഈ ഗ്രേവിനെക്കുറിച്ച് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്, എല്ലാ ജഡ്ജസൊക്കെ.
അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫ് അല്ലെങ്കിൽ മട്ടൺ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ കോരി എടുത്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി മസാലയായിട്ട് നന്നായിട്ടൊന്ന് ചേരുന്ന വിധത്തിൽ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ മട്ടൺ അല്ലെങ്കിൽ ബീഫ് വേവിച്ച വെള്ളമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ മാറ്റി വെക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂണ് ഈ ബീഫ് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. മസാല കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ബീഫ് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മതിയാകും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ മസാലയിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചധികം മല്ലിയില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടുതൽ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണെന്ന്. മട്ടണിലാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഇന്ന് ഇവിടെ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടറും 1 ടേബിൾ സ്പൂണ് ഗീയാണ് നമ്മൾ ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസും 1 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ 1 ടീസ്പൂണ് ജീരകം ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബദാം അരിഞ്ഞത് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂണ് പിന്നെ കിസ്മിസും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസാണ് നമ്മൾ ചേർത്തത്. ഒരു 2 കപ്പ് റൈസ്, 1/2 കിലോ റൈസ് ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതെന്നിട്ട് ഊറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അര കിലോ റൈസിന്, അതായത് 2 കപ്പ് റൈസിന് ഞാനിവിടെ 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് സ്റ്റോക്ക്. അഥവാ സ്റ്റോക്ക് നിങ്ങൾക്ക് അത്ര കിട്ടിയിട്ടില്ലെങ്കിൽ അതിനളവിൽ തന്നെ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റൈസും വെള്ളമൊക്കെ ഒരേ നിരപ്പിലാവുന്ന വിധത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മുടെ റൈസൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ മത്സരത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സാധാ ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ, പക്ഷേ ക്ലാസിക് അല്ല. അതാവുമ്പോൾ നല്ല ലോങ് ഗ്രെയിൻ റൈസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. നമ്മൾ ഈ ബീഫ് സ്റ്റോക്കിൽ തന്നെ ഈ റൈസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഈ റൈസിൻ്റെ മുകളിൽ നമുക്ക് ബീഫിൻ്റെ ഫ്ലേവറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതൊരു ബിരിയാണി അല്ലേ, അപ്പോൾ മസാല എന്തായാലും അതിന് മുകളിൽ ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ചെറുതായി അരിഞ്ഞത് മുകളിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ദമ്മായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസും ഒരു മസാലയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റൈസ് അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്.
അതിന് മുകളിലായിട്ട് നമ്മളിതൊന്നും മിക്സ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ അതിന് മുകളിലായിട്ടാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ ചോറുണ്ടാക്കുമ്പോൾ തന്നെ 2 മുട്ട നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷാജഹാനി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മട്ടനും തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെയാണിത്. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.